ഇസ്രായേലിൽ മുസ്ലിങ്ങളുണ്ട്. 18% മുതൽ 23-25% വരെ മുസ്ലിങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എത്ര മുസ്ലിങ്ങളുണ്ടോ അതിൻ്റെ പെർസെൻറ്റേജ് ആനുപാതികമായി ഇസ്രായേലിലുണ്ട്. അവിടുത്തെ മുസ്ലിങ്ങൾ അറബ് വംശജരാണ്. അവർക്ക് ആ നാട്ടിലെ പൗരത്വമുണ്ട്. അവർ തമ്മിൽ ഈ ദീർഘകാലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഡെപ്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇന്നിവിടെ നമ്മളിവിടെ പറയുന്നത് പോലെ നായർ, ഈഴവ അല്ലെങ്കിൽ മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അകലമുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിൽ നമ്മളെപ്പോലെയോ നമ്മളെക്കാളെയോ ചേർന്നാണ് അവർ ജീവിക്കുന്നത്. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു, ഒരേ സ്ഥാപനത്തിൽ മക്കളെ പഠിപ്പിക്കുന്നു, ബാക്കിയുള്ള സംഗതികളെല്ലാം ചെയ്തു പോരുന്നു. എന്നാലും ആ പേരും കൊണ്ടൊരു വൃത്തികെട്ടവൻ ഇസ്രായേലിൽ ഇറങ്ങിയപ്പോൾ അവിടുത്തെ സയനിസ്റ്റുകൾ തിരിച്ചറിഞ്ഞ് പോടാ ഇസ്രായേലിൽ നിന്നും പറഞ്ഞ് അതിൻ്റെ അടിക്ക് കമൻ്റ് ഇടേണ്ടി വരുന്ന, അത് വായിക്കേണ്ടി വരുന്ന ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് യഥാർത്ഥത്തിൽ അവരോട് ആദരവ് തോന്നിയ ഒരു നിമിഷമാണ്. സാധാരണ വലതുപക്ഷ വംശീയവാദികളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ക്രൂരത അവർ ഫലസ്തീനിലൊക്കെ കാണിക്കുന്നത് കണ്ട് അവരെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ അവിടെ ചെന്ന സമയം മുതൽ കോയാമാരുടെ പലതും നോക്കി നടക്കുന്ന നമ്മുടെ ആരിഫ് ഹുസൈന് അവസാനം കോയാക്ക് കൂടെന്ന് പറയുന്നത് പോലെ ആലിങ്കാട് പിന്നക്കരെ അക്കരെ എന്ന് പറഞ്ഞൊരു നാടൻ പാട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എവിടൊക്കെയോ കണക്കിന് കൊടുത്തു. ഇവിടുന്ന് വിട്ടുപോകാൻ പറഞ്ഞു. എടാ, എല്ലാവരും മനുഷ്യരൊക്കെ ഓരോ രാജ്യത്ത് പോകും. ഈ പോകുന്ന രാജ്യത്ത് പോകുന്ന ഒന്നെങ്കിൽ അവിടുത്തെ സംസ്കാരം കാണാൻ, അവിടുത്തെ സ്ഥലം കാണാൻ, ഇതൊക്കെ ചെയ്യാനാണ് പോകുന്നത്. യവൻ അതും പോയി ഈ പറഞ്ഞ സംഗതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗർഭപാത്രം മുതൽ, കിടന്ന ഗർഭപാത്രം മുതൽ തള്ളിപ്പറഞ്ഞ് പുറത്തിറങ്ങി നടന്ന് എന്തൊക്കെയോ വലിയ വീരസ്യം മുഴക്കി അവിടെ ഇസ്രായേലിൽ ചെന്ന് കോയാമാർ പറഞ്ഞ് ഇസ്രായേൽ എന്തേ എന്നും പറഞ്ഞ് കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒടുവിലെൻ്റെ അതിൻ്റെ അടിയിൽ വന്ന് വളരെ മനോഹരമായി പോടാ ജിഹാദി, ഞങ്ങളുടെ നാട്ടിൽ നിനക്ക് എന്ത് സ്ഥാനം എന്നൊക്കെ ചോദിച്ചാണ് വളരെ മനോഹരമായി എഴുതി പറ്റിച്ചിരിക്കുന്നത്. ആ എഴുതി പറ്റിച്ചിരിക്കുന്നത് നല്ല പ്രൊഫൈലുകളിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ഉള്ള ആളുകളാണ്. അവരേതായാലും അവിടുത്തെ മുസ്ലിങ്ങളെ സഹിക്കുന്നെങ്കിലും യവൻ എക്സ് മുസ്ലിമാണ്, വേറെന്തോ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ചെന്നത് മുതൽ അവരെ സൂചിപ്പിക്കാനും അവിടെ എന്തെങ്കിലും പിരിക്കാനും വല്ല സാധ്യതയുണ്ടോ എന്ന് നോക്കിപ്പോയിട്ട് അവസാനം ഇത് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ഈ പറഞ്ഞ സ്വന്തം ഉമ്മയെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യും എന്ന് ലൈവിൽ പറയാൻ ഒരു മടിയുമില്ലാത്ത ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആരിഫ് അടുത്തൊരു വീഡിയോയുമായി വന്നു. ജിഹാദ് നന്മയാണെങ്കിൽ ജിഹാദി ഹുസൈൻ എങ്ങനെ തെറിയാകും കോയാമാരെ? ആരിഫ് ഹുസൈനെ ജിഹാദി നന്മയുള്ള വാക്കാണോ തിന്മയുള്ള വാക്കാണോ എന്നുള്ളതല്ല വിഷയം. ഇതിപ്പോൾ നീ അവിടെ ചെന്ന് അവിടെയും ഈ പറയുന്ന ഈ കാഷ്ടവും വിസർജ്യവും തൂത്ത് അവിടെ നിന്നും പണമുണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങളെ ചെറുത്ത വിളിക്കാൻ ചെന്നപ്പോൾ അവർ നിൻ്റെ വായിലേക്ക് അതേ സാധനം, അതേ കാഷ്ടം, അതേ വിസർജ്യം പുരട്ടിത്തന്നതിൻ്റെ ഒരു സുഖമാണുള്ളത്. എന്താണെന്നറിയോ? അവരറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും അവരാക്ഷേപിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു, അല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞില്ലേ, അതാണ് അതിൻ്റെ സൗന്ദര്യം. അല്ലാതെ ഇനിയിപ്പോൾ ജിഹാദി എന്ന് വിളിച്ചിട്ടോ, അല്ലെങ്കിൽ പിന്നെന്താ അവർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവർ സഹാബി എന്ന് വിളിച്ചിട്ടോ, അതൊന്നുമല്ല അതിൻ്റെ പ്രത്യേകത. അതൊക്കെ അവർക്ക് നന്നായിട്ടറിയാം. അവിടെ മുസ്ലിങ്ങളും ജൂതന്മാരും ഒക്കെ വളരെ സ്നേഹത്തോടെ ദൈനംദിന ജീവിതത്തിൽ ഒരുമിച്ച് കഴിയുന്നുണ്ട്. അവർക്കാർക്കും നിൻ്റെ മനസ്സിലുള്ളതുപോലെ പകയോ വൈരാഗ്യമോ വിദ്വേഷമോ വിസർജ്യമോ ഇല്ല എന്നതാണ് സത്യം. ഈ അവിടെ പോയി ആ രാജ്യത്ത് ചെന്ന് അവിടെ മര്യാദയ്ക്ക് നിൽക്കേണ്ടതിന് പകരം അവിടെ നിന്നുകൊണ്ടും ഈ പറഞ്ഞത് എന്തെങ്കിലും ഒപ്പിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ് സംഗതി കുഴപ്പമായത്. ഇനിയിപ്പോൾ ആകെ രക്ഷപ്പെടാനൊരു മാർഗ്ഗമേ ഉള്ളൂ. പണ്ട് നിങ്ങൾ കോടതിയിൽ പോയില്ലേ? എന്തിന്? ആ സുന്നത്ത് കല്യാണം നടത്തുന്നതിനെതിരെ. സത്യത്തിൽ അവരെവിടെങ്ങാനും പിടിച്ചു നിർത്തിയാൽ അത് കാണിച്ചു കൊടുത്ത് രക്ഷപ്പെടുക. കാരണം ജൂതന്മാർക്കും അതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെയും ഇതുപോലത്തെയാണ് എന്ന് പറഞ്ഞ് കാണിച്ച് രക്ഷപ്പെടാൻ നോക്കുക. സത്യത്തിൽ ഗതികേടെങ്കിൽ ഗതികേട്, ഈ പറയുന്നത് പോലെ അർഹിക്കുന്ന സ്വീകരണം അത് നൽകിയ, പലപ്പോഴും നമ്മൾ വിമർശിച്ചിട്ടുള്ള ഈ വലതുപക്ഷ ഹാൻഡിലുകളുണ്ടല്ലോ, ആ ഹാൻഡിലുകളിൽപ്പെട്ടവർക്കാണ് പ്രത്യേകം നന്ദി പറയുന്നത്. ആരൊക്കെയോ ക്ഷണിച്ചാണ്, ഇസ്രയേൽ സർക്കാരാണ്, പ്രത്യേക വിമാനത്തിലാണ്, എയർപോർട്ടിൽ വന്ന് നെതന്യാഹു സ്വീകരിച്ചു കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇങ്ങനെ കത്തിപ്പടർന്ന് നിൽക്കുമ്പോഴാണ്
പോടാ 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 പുല്ലേ എന്ന് അവരെഴുതുന്നത്. കഷ്ടം, കഷ്ടം, ദയനീയം. ഒരു ശത്രുവിന് പോലും ഈ ഗതി കൊടുക്കരുത്.